Good evening, all. Welcome to Tether Ocean Self-Appreciating DeFi Project presentation ആണ്, മലയാളം presentation ആണ്. സാർ റെക്കോർഡിംഗ് ഓൺ അല്ലേ? സ്ക്രീനിൽ നോക്കൂ, റെക്കോർഡിംഗ് ഓൺ ആണെന്ന് നോക്കൂ. ഓൺ ആണ് സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ സാർ പറഞ്ഞ പോലെ ടെതർ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. നമ്മൾ ഇതുവരെ നമ്മൾ, കാരണം നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ക്രിപ്റ്റോ കറൻസി മേഖലയിൽ നമ്മൾ ROI പ്ലാനുകൾ കണ്ടിട്ടുണ്ടാവും, സ്റ്റേക്കിംഗ് പ്ലാനുകൾ കണ്ടിട്ടുണ്ടാവും, മെട്രിക്സ് പ്ലാനുകൾ കണ്ടിട്ടുണ്ടാവും, വർക്കിംഗ് മാത്രമായിട്ടുള്ള പ്ലാനുകൾ കണ്ടിട്ടുണ്ടാവും, ലെവൽ പ്ലാൻസ് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ദർ ആർ എൻ നമ്പർ ഓഫ് പ്ലാൻസ്, പലതരത്തിലുള്ളതായിരിക്കും. നമുക്ക് NFT പ്ലാനുകൾ ഉണ്ടാവും, ഗെയിമിംഗ് പ്ലാനുകൾ ഉണ്ടാവും. പിന്നെ പല പ്രോജക്റ്റുകൾക്കും അവർക്ക് സ്വന്തം എക്സ്ചേഞ്ചിൽ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ കോയിൻ വിൽക്കാം, വാങ്ങാം, അങ്ങനെ പല തരത്തിലുള്ള പ്രോജക്റ്റുകളാണ്. ബട്ട് ഫൈനലി ഇതൊന്നും 100% സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോജക്റ്റുകളല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഡൈലമ എന്ന് പറയുന്നത്. ഒരു പ്രോജക്റ്റും ഒരുപാട് നാളത്തേക്ക് നിൽക്കാൻ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റം, കാരണം ജനങ്ങളുടെ പണം നിക്ഷേപിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് പോയി എന്ന് പറയുന്ന ഒരു വലിയൊരു വിഷയമാണത്. അപ്പോ എന്റെ പേര് ഞാൻ പറയാം, ശിവദാസ് എന്നാണ് പേര്. ഞാൻ തൃശ്ശൂരുള്ളതാണ്. തൃശ്ശൂർ പൂനത്താണ് എൻ്റെ വീട്. ഞാനും എൻ്റെ ഫ്രണ്ട് സൈറ്റ് സിനോഫറും കൂടിയിട്ട് കാലിക്കറ്റുള്ളതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളല്ല, ആക്ച്വലി കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളൊരു പ്ലാൻ ഉണ്ടായിരുന്നതാണ്. ഇതുപോലെ നമ്മളൊരു ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ട് ഒരു സ്മാർട്ട് കോൺട്രാക്ട് അല്ലെങ്കിൽ നമുക്ക് അതുപോലത്തെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ കൊണ്ടുവരുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും കൊറോണ അങ്ങനെ പല വിഷയങ്ങളായിട്ട് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനിടയിൽ നമ്മൾ 1-2 പ്രോഗ്രാമുകളിൽ വർക്ക് ചെയ്തു, ഏൺ ചെയ്തു. പിന്നെ വേറെ കുറെ പ്രോഗ്രാംസിൽ നമ്മൾ നിക്ഷേപിച്ചു. അപ്പൊ അതെല്ലാം പോയി. അപ്പൊ ഇങ്ങനെ പലതരത്തിലുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, എവിടെയാണ് ഫോൾട്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഉള്ളിൽ പഠിക്കുന്നുണ്ട്. അല്ലാതെ ഒരു പ്രോഗ്രാം ഫെയിലായി നേരെ ചാടി വീണ് അടുത്ത പ്രോഗ്രാം എടുത്തു, അങ്ങനെയില്ല. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വളരെ മാർക്കറ്റിൽ യൂണീക്ക് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എഗെയിൻ അവിടെ നമുക്ക് വീണ്ടും ഒരു ലോസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഒരു പ്രോജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം, അതായിരുന്നു ഞങ്ങളുടെ ഒരു തിങ്കിങ്. അങ്ങനെയാണ് നമ്മൾ പല പ്രോജക്റ്റുകൾ കേട്ട് പലതിലും ഇൻസ്പയർഡ് ആയി. ഇൻസ്പിറേഷൻ തന്നെ പറയണം, നമ്മൾ കോപ്പി അടിച്ചെന്ന് പറയാൻ പറ്റില്ല. പല പ്രോജക്റ്റിന്റെയും പൊട്ടൻഷ്യൽ, ചിലതിൽ പ്ലാൻ നല്ലതായിരിക്കും, ചിലതിൽ പ്രോജക്റ്റ് നല്ലതായിരിക്കും. ഇങ്ങനെ പലതിനെയും കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ കുറെ ഈ വന്നിട്ടുള്ള പ്രോജക്റ്റുകൾക്കൊക്കെ എവിടേക്കോ ഒരു പോരായ്മയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെയൊക്കെ കൂടിയിട്ട് വെച്ച് നമ്മൾ പലതരത്തിലുള്ള കാൽക്കുലേഷൻസ് നമ്മൾ നടത്തി ഫൈനലി നമ്മൾ ഈ പറയുന്ന ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ എത്തുകയാണ്. കഴിഞ്ഞൊരു 4 മാസം, ദാറ്റ് ഇസ് ഒരു നവംബർ ഡിസംബർ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ. അങ്ങനെ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു 2-2.5 മാസത്തിന്റെ ഒരു പ്രോഗ്രാമിംഗ് ആണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഡെവലപ്പേഴ്സിന് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഫൈനലി നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കിട്ടുകയാണ് കഴിഞ്ഞ മാസം 21 മാർച്ച് മാസത്തിൽ. കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോൾ ഇതിപ്പോ മെയ് ആയിട്ടുണ്ട്. അപ്പം മാർച്ച് ലാസ്റ്റിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. മാർച്ചിൽ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ ആയപ്പോഴേക്കും സ്ട്രോങ് ആയി. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് നിയർ ടു 500 മെമ്പേഴ്സ് നമ്മൾ ഓൾറെഡി ഈ പ്രോജക്റ്റിലുണ്ട്. അപ്പൊ എന്താണ് ഈ പ്രോജക്റ്റ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാരണം ഇത് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഈ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ പ്ലാനിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ നമ്മൾ ക്രിപ്റ്റോ കറൻസി മേഖല തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതാണ് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മേഖല. അപ്പൊ അവിടെ നമുക്ക് USDT ഏൺ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ടെതർ ഓഷ്യൻ എന്ന് പറയുന്നത്, ടെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി അതിന്റെ ഒരു സാധാരണ അർത്ഥം ഇപ്പൊ നമ്മൾ വൈഫൈ ടെതർ ചെയ്യാന്നൊക്കെ പറയും, മൊബൈലിന്റെ ഹോട്ട്സ്പോട്ട് ടെതർ ചെയ്യാന്നൊക്കെ പറയും. ടെതർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാന്നുള്ള. അപ്പൊ ടെതർ എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥം ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു വാക്ക് വേറെ ഉപയോഗിച്ചിട്ടുള്ളത്, USDT എന്ന് പറയുന്ന കോയിനും ഈ ടെതർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പേരന്റ് കമ്പനി ഉണ്ട്. അതിന്റെ ബാക്കപ്പ് സപ്പോർട്ട്, ആ ഒരു കോയിന്റെ വാല്യൂ നിലനിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ 1 രൂപയുടെ മൂല്യം പോലെ ആണ് ഈ പറയുന്ന ടെതർ. ബാക്കി എല്ലാത്തിനും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ബാക്കപ്പ് ഇല്ല. ബാക്കി ഏതൊരു ക്രിപ്റ്റോ കറൻസി എടുത്താലും അതിന് പ്രത്യേകിച്ച് ഒരു ബാക്കപ്പ് ഉണ്ടാവാറില്ല. അപ്പൊ അതിപ്പോ ബിറ്റ് കോയിൻ ആയാലും ശരി, വേറെ ഏതെങ്കിലും കോയിൻ ആയാലും. അപ്പൊ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന USDT. അതിന് ഒരിക്കലും ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്നില്ല. അപ്പൊ ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത ആ ഒരു USDT വെച്ച് നമുക്ക് നല്ലൊരു ഗ്രോത്ത് നമുക്ക് ഏൺ ചെയ്യാൻ, ഗ്രോത്തിൽ കൂടെ നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല.
ഓക്കെ. അപ്പൊ നമ്മളിവിടെ ഒരു വ്യക്തി ഇതിനകത്തേക്ക് കടന്നു വരുന്നതും ഒരു വ്യക്തി ഇതിനകത്ത് നിന്ന് പ്രോഫിറ്റ് എടുക്കുന്നതും USDT എന്ന് പറയുന്ന സ്റ്റേബിൾ കോയിനിലാണ്. ഓക്കെ, അത് BEP20 ചെയിനിലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ബൈനാൻസിന്റെ BEP20 ചെയിനിലാണ് നമ്മളത് റൺ ചെയ്യുന്നത്. ഓക്കെ, ഇത് ടോട്ടലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണത്. ഇവിടെ നമ്മുടെ ഫണ്ട് ഹൈലി സെക്യൂർ ആണ്. നമുക്ക് ഇതിനകത്ത് നമുക്ക് 52% നമ്മുടെ ഓരോ വ്യക്തിയുടെയും ഇൻവെസ്റ്റ്മെന്റിന്റെ അല്ലെങ്കിൽ റീഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ സാധ്യതയുണ്ട് അതിനകത്ത്. ഇൻവെസ്റ്റ്മെന്റോ റീഇൻവെസ്റ്റ്മെന്റിന്റെയോ 52% ഓൾവേസ് ഇതിന്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് പോകും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, എന്തുകൊണ്ട് മാർക്കറ്റിൽ വരുന്ന എല്ലാ കോയിനും തുടക്കത്തിൽ വില ഒന്ന് കയറി കുറച്ച് കഴിയുമ്പോൾ വില താഴേക്ക് പോകുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏത് പ്രോഗ്രാം ആണെങ്കിലും ഒരുവിധം എല്ലാ പ്രോഗ്രാമിലും നമുക്കറിയാം ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, തുടക്കത്തിൽ കോയിന്റെ വില വളരെ നിസ്സാര വിലയിൽ നിങ്ങൾക്ക് കോയിൻ വാങ്ങിക്കാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ആ കോയിന്റെ പ്രൈസ് കുറച്ചൊക്കെ അങ്ങോട്ട് ഒന്ന് കയറും. അത് ഒരു എന്താ പറയാ, അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഫേക്ക് ആയിട്ട് അതിന്റെ ക്രിയേറ്റേഴ്സ് തന്നെ ആ പ്രൈസ് കയറ്റുന്നതാണ്. അത് കഴിയുമ്പോൾ സഡൻലി ഇത് ക്രാഷ് ചെയ്ത് താഴേക്ക് വരും. അപ്പൊ അവിടെ ഒരു കോയിന്റെ വിലയെ തീരുമാനിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന്, ആ കോയിന്റെ ടോട്ടൽ സപ്ലൈ എത്രയാണ്. രണ്ട്, അതിന്റെ ലിക്വിഡിറ്റി എത്രയാണ്. ദാറ്റ് ഈസ് അതിനൊരു ബാക്കപ്പ് കൊടുക്കണം. ഈ പറയുന്ന എല്ലാ കോയിൻസിനും ഒരു ബാക്കപ്പ് വാല്യൂ കൊടുക്കണം. ടോക്കൺസ് അല്ലെങ്കിൽ അങ്ങനത്തെ സിസ്റ്റത്തിലൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിന്റെ ഒരു ബാക്കപ്പ് വാല്യൂ കൊടുക്കണം. അപ്പൊ ഈ ബാക്കപ്പ് വാല്യൂ അത് ഡോളറിലായിരിക്കും. മിക്കവാറും എല്ലാത്തിലും ഡോളറിൽ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തൊരു ടോക്കൺ ആണെങ്കിലും. പിന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ പ്രോജക്റ്റിലും നമുക്ക് പ്രീമൈൻഡ് കോയിൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് മുൻകൂട്ടി കോയിൻസ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് ആ കോയിൻസിനെയാണ് മാർക്കറ്റിൽ സെല് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പറയും ഇപ്പൊ തുടക്കത്തിൽ ബിറ്റ്കോയിൻ പോലെ തന്നെ ബിറ്റ്കോയിൻ തുടങ്ങിയ കാലഘട്ടത്തിൽ വളരെ നിസ്സാര വിലയ്ക്ക് ബിറ്റ്കോയിൻ ആയിരക്കണക്കിന് ബിറ്റ്കോയിൻ കിട്ടുമായിരുന്നു. ഇന്ന് ഒരു ബിറ്റ്കോയിനിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. രൂപയിലാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഡോളർ, 60 സംതിങ് ഡോളറിലേക്ക് ആണ് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോജക്റ്റുകൾ എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് അതിനെ അസോസിയേറ്റ് ചെയ്തത് പല പ്രോജക്റ്റുകളുണ്ട്, അങ്ങനെ ഇങ്ങനെ പല ഏർണിങ്സിന്റെ മോഡുകൾ ഉണ്ട് എന്നൊക്കെ പറയും. ബട്ട് ഇതൊന്നും നമുക്ക് ടിൽ ഡേറ്റ് നമുക്ക് പ്രൂവൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും കൈ പൊള്ളിയിരിക്കുന്ന ഒരു അവസ്ഥ ഇതിനകത്ത് എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, നമ്മൾ ഇതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 0 കോയിനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കോയിൻസ് ഒന്നും ഇല്ല. നമ്മുടെ ഈ സിസ്റ്റത്തിന് ഉള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കോയിൻ സിസ്റ്റമാണ്. ഈ പ്രോജക്റ്റിന്റെ പുറത്തേക്ക് ആ കോയിൻ പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം വാങ്ങുന്നതും ഈ സിസ്റ്റത്തിന്റെ അകത്തു നിന്നാണ്, അതുപോലെ തന്നെ വിൽക്കുന്നതും ഈ സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. ആ സിസ്റ്റത്തിന്റെ ലിക്വിഡിറ്റി പൂളിൽ നിന്ന് നിങ്ങൾക്ക് അതിന് എത്രയാണോ അതിന്റെ പേ ഔട്ട് ഉള്ളത്, ആ പേ ഔട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് കിട്ടുന്നതായിരിക്കും. USDT ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മളിത് അന്വേഷിച്ച് നടക്കും, ഞാനിത് ഇവിടെ കൊണ്ട് വിൽക്കും, എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇതൊക്കെ ഇങ്ങനെ പല സംശയമുണ്ട്. വേറെ ആൾക്കാർക്ക് ഞാൻ വിൽക്കണോ, വിറ്റിട്ട് പുതിയ വ്യക്തികൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടാണോ ഞാൻ എന്റെ കോയിൻ വിൽക്കുന്നത്, അങ്ങനത്തെ പല സംശയങ്ങളുണ്ടാവും. ഇതൊന്നും ആവശ്യമില്ല. ടോട്ടലി നിങ്ങൾ വാങ്ങുന്നു, നിങ്ങൾ സിസ്റ്റത്തിലേക്ക് തന്നെ കൊടുക്കുന്നു. നിങ്ങൾ അവിടെ വേറെ ആരുണ്ടോ ഇല്ലേ എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അത് എന്നാണെങ്കിലും അങ്ങനെ തന്നെ. കാരണം ഇതിനകത്ത് കിടക്കുന്ന ആ ലിക്വിഡിറ്റിനെ വളരെയധികം സെക്യൂർ ആക്കിയിട്ടുണ്ട്. ഈവൻ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ അതിന്റെ അഡ്മിൻ ആണ്, ഞാനും എന്റെ ഫ്രണ്ട് ഞങ്ങൾ അഡ്മിൻ ആണ്, ഞങ്ങൾക്ക് പോലും അതിന് ടച്ച് ചെയ്യാൻ പറ്റാത്തതാണ്. ഈ ലിക്വിഡിറ്റി പൂളിലൊന്നും നമുക്ക് തൊടാൻ പറ്റില്ല. നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒരു കമ്മീഷൻ ഉണ്ട്, 5% കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷൻ മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സിസ്റ്റം അതേ അലൗ ചെയ്യുള്ളൂ. അത്രയും ഇതായിട്ടാണ് സെക്യൂർ ആക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ 0 കോയിനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഓരോ ട്രാൻസാക്ഷനും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, അത് നമ്മൾ ട്രേഡിങ്ങിലും അതെ, നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ഒരു ബൈ വന്നു പ്രൈസ് കയറി, സെല്ല് വന്നു പ്രൈസ് കുറഞ്ഞു, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുക. ബട്ട് ഇവിടെ ടോട്ടലി വ്യത്യാസമായിട്ട് ഒരു ബൈ വന്നാലും ഒരു സെൽ വന്നാലും പ്രൈസ് കൂടുകയുള്ളൂ. ഇത് വേൾഡിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എവറിത്തിങ്. ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ നമ്മൾ വിന്നേഴ്സ് ഡോണ്ട് ഡു തിങ്സ് ഡിഫറെന്റ്ലി എന്നോ അങ്ങനെ ഒരു കാര്യമില്ലല്ലോ. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി എന്ന് പറയുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ. നമ്മൾ സെയിം സാധനത്തിന് തന്നെ ഒന്ന് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് അതിനകത്ത് ഞാൻ പറഞ്ഞു തരാം.
ഓക്കെ, അപ്പൊ ഇവിടെ കമ്മ്യൂണിറ്റി സെൻട്രിക് ഗവേണൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇതിന്റെ വളർച്ചയെ തീരുമാനിക്കുന്നത്. ഇവിടെ കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്തിന്റെ സ്പീഡ് കൂടും തോറും ഇവിടെ നിങ്ങളുടെ എല്ലാം പ്രോഫിറ്റിന്റെ ഇതും കൂടുകയും ചെയ്യും, സ്പീഡ് കൂടുകയും ചെയ്യും. അപ്പൊ കമ്മ്യൂണിറ്റി വളരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിന് ഉണ്ടാവണം. അപ്പൊ അതെല്ലാം ടേക്ക് കെയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, USDT-യിലാണ് നമുക്ക് അങ്ങോട്ട് ഡെപ്പോസിറ്റും ഇങ്ങോട്ട് നമ്മൾ വിത്ഡ്രോവലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റന്റ് ആണ്. നമുക്ക് വെയിറ്റിംഗ് പീരീഡുകൾ ഒന്നുമില്ല. അതുപോലെ നമുക്ക് നമ്മുടെ കമ്മീഷൻസ് വിത്ഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഡിഡക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാലറ്റ്സ് ആയിട്ടുള്ള ടോക്കൺ പോക്കറ്റ്, മെറ്റാമാസ്ക് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ്, ഈ 3 വാലറ്റിൽ കൂടെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ ഓർ സെൽ ട്രാൻസാക്ഷൻ, ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുക. കാരണം നോർമലി നമ്മൾ മാർക്കറ്റിൽ കേട്ടിട്ടുള്ളത് വാങ്ങുമ്പോൾ വില കൂടും, വിൽക്കുമ്പോൾ വില കുറയുന്നതാണ്. പക്ഷെ ഇവിടെ വാങ്ങിയാലും വിറ്റാലും ഈ വില കയറും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളത്. അവരുടെ റഗ് പുൾ ഇല്ല. റഗ് പുൾ എന്ന് പറഞ്ഞാൽ ഒരു ചീറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരില്ല. അതുപോലെ ഇതിന്റെ അഡ്മിനോ അല്ലെങ്കിൽ ഇതിന്റെ ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ ഒരു ഹാക്കർക്കോ കയറിയിട്ട് ഹാക്ക് ചെയ്ത് ഇതിനകത്ത് കിടക്കുന്ന ഫണ്ട് ലിക്വിഡിറ്റി പൂൾ ഹാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. ഓക്കെ, അതുപോലെ നോ പ്രീമൈൻഡ് കോയിൻസ്. പ്രീമൈൻഡ് കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പ്രോഗ്രാമിലെ പോലെ ടോക്കൺസും കോയിൻസും ഒക്കെ ആയിട്ടും മറ്റുള്ള പ്രോഗ്രാമിലെല്ലാം സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നിസ്സാര വിലയ്ക്ക് വാങ്ങിച്ചു വെച്ചോ നാളെ വില കൂടും എന്നൊക്കെ പറയുന്ന പോലെ ഇല്ല. ഇവിടെ എപ്പോഴാണോ പർച്ചേസ് നടക്കുന്നത് ആ നേരത്ത് മാത്രമേ കോയിൻ ജനറേറ്റ് ആയിട്ട് ആ വ്യക്തിക്ക് കിട്ടുള്ളൂ. അയാൾ വിൽക്കുമ്പോൾ ആ കോയിൻ ബേൺ ആയി പോകും. അതാണ് 4ാമത്തെ പോയിന്റ്. കോയിൻസ് ആർ ബേൺഡ് വെൻ സോൾഡ് വിച്ച് കൺട്രോൾസ് ദി ടോട്ടൽ സപ്ലൈ. അപ്പൊ ഇവിടെ ഒരു സപ്ലൈ എന്ന് പറയുന്ന ഒരു കാര്യവും ലിക്വിഡിറ്റി എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ഏത് കോയിൻ സിസ്റ്റത്തിലും അത് തന്നെയാണ്. ഓക്കെ, അത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവണേ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 100% ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. റിയൽ ടൈം ആയിട്ട് നമുക്ക് ബൈ ആൻഡ് സെയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. റിയൽ ടൈം ആയിട്ടുള്ള അഫിലിയേറ്റ് പേ ഔട്ട്സ്, ദാറ്റ് ഇതിൽ വർക്ക് ചെയ്യുന്നവരുടെ അഫിലിയേറ്റ് പേ ഔട്ട്സ് ഇൻസ്റ്റന്റ് ആണ്. അപ്പൊ ഓൾമോസ്റ്റ് 43% നമ്മളെ അഫിലിയേറ്റ് പേ ഔട്ടിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 5% നമ്മൾ അഡ്മിൻ ചാർജസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി 52%, 100%-ൽ 52% നമ്മൾ ഇതിന്റെ ലിക്വിഡിറ്റി, അതായത് ഈ കോയിന്റെ വിലയെ നിലനിർത്തുന്ന ആ ഒരു ഭാഗത്തേക്ക് 52% നിലനിർത്തിയിട്ടുണ്ട്. ഓക്കെ, നോ ഇങ്ങനെ ഒരു ചാർട്ട് ആണ് നോർമലി നമ്മൾ ചെയ്തിട്ടുള്ളതെങ്കിലും ഞാൻ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് മാർക്കറ്റ് കമ്പാരിസൺ ചെയ്തിട്ട് ഞാൻ ഒരു ചാർട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ചാർട്ടിൽ ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇത് കാണാനുണ്ടോ? ഈ ചാർട്ട് കാണാനുണ്ടോ രാജീവ് സാർ? വിസിബിൾ ആണ് സാർ. ഒന്ന് മാക്സിമൈസ് ചെയ്യാൻ പറ്റുമോ? ഇത് ഇത്ര തന്നെ ഉള്ളൂ. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, നൗ സി, ഇതൊരു ട്രഡീഷണൽ ടോക്കൺ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോയിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ കോയിന്റെ വാല്യൂ എന്ത് സംഭവിക്കണം എന്നുള്ളതിന്റെ ഒരു ചാർട്ടാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇതാണ് ട്രഡീഷണലി കാണിക്കുക, ട്രഡീഷണലി നടക്കുന്നത്. അപ്പൊ അവിടെ ഇത്രേ ഉള്ളൂ കാര്യം. നമുക്കൊരു 10,000 കോയിൻ അവർ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ 10,000 കോയിൻ ഉണ്ട്. ആ $10,000 ആണ് അതിന്റെ ലിക്വിഡിറ്റി എങ്കിൽ ഒരു കോയിന്റെ പ്രൈസ് $1 ആണ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ $1 എന്നുള്ള രീതിയിലാണ് തുടങ്ങണമെന്ന് വിചാരിക്കാം. 10,000 കോയിൻ ഉണ്ട്, $10,000 ഉണ്ടെങ്കിൽ $10,000 ഡിവൈഡഡ് ബൈ, അപ്പോൾ ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ കോയിൻ എന്ന് പറയുന്നതാണ് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത്. ഒരു കോയിന്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. അപ്പൊ അവിടെ $1 അപ്പൊ നമ്മൾ ഇനി ട്രാൻസാക്ഷൻ തുടങ്ങുകയാണ്. ട്രാൻസാക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മളിവിടെ സെല്ലായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഓൾറെഡി ആരൊക്കെയോ വാങ്ങിച്ചു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് അറിയേണ്ട കാര്യമുള്ളൂ. വിറ്റാൽ വില കൂടുകയാണെന്നുള്ളത് നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ. വാങ്ങിയാൽ വില കൂടുമെന്നുള്ളത് ഒരു ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം സെല് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ പ്രോജക്റ്റും ടെതർ ഓഷനിലും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ 1000 കോയിനാണ് വിൽക്കുന്നത്. അപ്പൊ 1000 കോയിൻ വിൽക്കുമ്പോൾ റേറ്റ് നിൽക്കുന്നത് $1. അങ്ങനെയാണെങ്കിൽ $1000 ആണ് ആ വ്യക്തിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ വ്യക്തിക്ക് $1000 കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഇൻ ഈ സിസ്റ്റത്തിലുള്ളത് വീണ്ടും 10,000 കോയിൻ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. $1000 നമ്മൾ $10,000 നിന്ന് $1000 കുറച്ചപ്പോൾ അവിടെ $9,000 ലിക്വിഡിറ്റിയും ഉണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി കുറച്ച് കുറഞ്ഞു, $1000 കുറഞ്ഞു. പക്ഷെ കോയിൻസ് അങ്ങനെ തന്നെ നിലനിൽക്കും. നോർമലി ഉള്ള കോയിൻ സിസ്റ്റത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ന്യൂ കോയിൻ പ്രൈസ്, അപ്പൊ അവിടെ നമുക്ക് വീണ്ടും ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ നമ്മൾ കോയിന്റെ പ്രൈസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പുതിയ കോയിന്റെ പ്രൈസ് വരുന്നത് $0.9. ദാറ്റ് ഇസ് ആദ്യം തുടങ്ങിയത് $1 ആണെങ്കിൽ
ഇവിടെ 1000 കോയിൻ വിറ്റപ്പോൾ ലിക്വിഡിറ്റിയിൽ നിന്ന് ഫണ്ട് ആ വ്യക്തിക്ക് പോയി, പക്ഷെ കോയിന്റെ സപ്ലൈ കുറഞ്ഞിട്ടില്ല. ഓക്കെ, ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇത് ട്രഡീഷണലി ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ 5000 കോയിൻ ആണ് വിൽക്കുന്നത്. 5000 കോയിൻ വിൽക്കുമ്പോൾ അപ്പോഴത്തെ കറണ്ട് റേറ്റ് $0.9 ആണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് $4500 കിട്ടും. 5000 കോയിൻ വിറ്റപ്പോൾ $4500 കിട്ടും. ബാലൻസ് ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞു, ഇനി ബാലൻസ് ചെക്ക് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ വീണ്ടും കോയിന്റെ എണ്ണം അത്രയും തന്നെ ഉണ്ട്. 5000 കോയിൻ വിറ്റാലും വീണ്ടും 10000 കോയിൻ തന്നെ സപ്ലൈയിൽ കിടക്കുന്നുണ്ട്. അത് അങ്ങോട്ടും പോകുന്നതല്ലാണ്ട് സ്വാപ്പ് ചെയ്യുന്നു, ഇവിടുന്ന് എക്സ്ചേഞ്ചിലേക്ക് സ്വാപ്പ് ചെയ്യുന്നു. അപ്പൊ എക്സ്ചേഞ്ചിൽ കിടക്കും. ഇനി ആരെങ്കിലും വാങ്ങിക്കുമ്പോൾ എക്സ്ചേഞ്ചിൽ നിന്ന് കോയിൻ ഇദ്ദേഹത്തിന് കിട്ടും, USDT അങ്ങോട്ട് പോകും. ഇത്രയും തന്നെ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ എപ്പോഴും കോയിന്റെ സപ്ലൈ അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ പക്ഷെ ലിക്വിഡിറ്റി കുറഞ്ഞു. $4500 കൂടി പുറത്തേക്ക് പോയപ്പോൾ അവിടെ ലിക്വിഡിറ്റി കുറഞ്ഞ് വീണ്ടും $4500 ലിക്വിഡിറ്റി വന്നു. ഓക്കെ, അപ്പൊ ഇനി അടുത്ത കോയിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ന്യൂ കോയിൻ പ്രൈസ് 0.45 ആണ്. ഓക്കെ, കുറഞ്ഞു, വളരെയധികം കുറഞ്ഞു. 0.9 നിന്ന് നേരത്തെ ഇതിന് മുന്നത്തെ ട്രാൻസാക്ഷനിൽ 0.9 ആയിരുന്നെങ്കിൽ ഇത്തവണത്തെ ട്രാൻസാക്ഷൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോൾ 0.45 റേറ്റ് വീണ്ടും കുറയാണ്. കോയിന്റെ പ്രൈസ് കുറയാണ്. കാരണം എന്താ? അവിടെ കോയിന്റെ സപ്ലൈ അങ്ങനെ തന്നെ 10000 കോയിനായിട്ട് വീണ്ടും നിൽക്കുന്നു, പക്ഷെ ലിക്വിഡിറ്റി കുറയുന്നു. കാരണം എന്താ? അയാൾ വിറ്റപ്പോൾ അയാൾക്ക് പേ ഔട്ട് കിട്ടണം. ഓക്കെ, മൂന്നാമത്തെ ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കുക. അവിടെ 3000 കോയിനാണ് വിൽക്കുന്നത്. 3000 കോയിൻ വിറ്റു. അപ്പൊ ഇനി ബാലൻസ് നമുക്ക് അവിടെ ബാലൻസ് 10000 കോയിൻ തന്നെയാണ് ഉള്ളത്. വീണ്ടും ഒരു വ്യക്തി അയാളുടെ 3000 കോയിൻ ഉണ്ട്. ആ 3000 കോയിൻ അയാൾ വിൽക്കുന്നു. അയാളുടെ അപ്പോൾ വിൽക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 0.45 ആണ്. മൂന്നാമത്തെ ട്രാൻസാക്ഷനിൽ ആ വ്യക്തി കിട്ടുന്ന $1350 ആണ്. ഓക്കെ, ബാലൻസ് വീണ്ടും 10000 കോയിൻ തന്നെ. ഇത് ട്രഡീഷണൽ സിസ്റ്റമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. വീണ്ടും 10000 കോയിൻ തന്നെ. ആ എമൗണ്ടും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ബാലൻസ് ലിക്വിഡിറ്റിയിലുള്ള $3150 ആണ്. അപ്പൊ വീണ്ടും പുതിയ പ്രൈസ് വരുന്നത് 0.315 വീണ്ടും കുറയാണ്. അപ്പൊ ഇവിടെ പ്രൈസ് കുറഞ്ഞു വരികയാണ്. കാരണം എന്താ? ലിക്വിഡിറ്റി കുറയാണ്, കോയിന്റെ എണ്ണം അങ്ങനെ തന്നെ നിൽക്കണം. നാലാമത്തെ ട്രാൻസാക്ഷനിൽ 1000 കോയിൻ വിൽക്കുകയാണ്. 1000 കോയിൻ വിൽക്കുന്നത് 0.315 ചെയ്യുമ്പോൾ $315 ആണ് ആ വ്യക്തിക്ക് കിട്ടിയുള്ളൂ 1000 കോയിൻ വിറ്റപ്പോൾ. ഓക്കെ, ഫസ്റ്റ് വ്യക്തി 1000 കോയിൻ വിറ്റപ്പോൾ അയാൾക്ക് $1000 കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അയാൾ 1000 കോയിൻ വിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്നത് വെറും $315 ആണ്. അപ്പൊ ദാറ്റ് ഇസ് വാല്യൂ വളരെയധികം കുറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ബാലൻസ് വീണ്ടും നോക്കുമ്പോൾ എന്താണ്? 10000 കോയിൻ സിസ്റ്റത്തിലുണ്ട്, 2835 ലിക്വിഡിറ്റിയിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പുതിയ കോയിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.2835 വീണ്ടും കുറയാണ്. 315 ആയിരുന്നു, 315 വീണ്ടും കുറയാം. അപ്പൊ ഇങ്ങനെയാണ് നോർമലി ട്രഡീഷണലി ഉള്ള എല്ലാ കോയിൻ സിസ്റ്റത്തിലും ഹെവി ആയിട്ടൊരു സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഏകദേശം 10000 കോയിനുകൾ നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞു. 10000 കോയിൻ ഇവിടെ സെല് ചെയ്താലും 10000 കോയിൻ ഇപ്പോഴും സിസ്റ്റത്തിൽ തന്നെ ഉണ്ട്, സർക്കുലേറ്റിംഗ് സപ്ലൈയിൽ തന്നെ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ കിടക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും അവിടുന്ന് വാങ്ങിക്കും, വീണ്ടും ഇത് തന്നെ ആ വില കുറഞ്ഞ വിലയിൽ വീണ്ടും വാങ്ങിക്കും. ഇങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ വലിയ വിലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് കുറച്ച് കഴിയുമ്പോൾ റേറ്റ് താഴേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് റോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. മനസ്സിലായി? ഇവിടെ റേറ്റ് നാലാമത്തെ ട്രാൻസാക്ഷൻ ആയപ്പോൾ 0.28 ഓക്കെ, ഞാൻ അടുത്ത് വന്നു. അവിടെ പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടാവും. അവിടെ വിൽക്കുന്ന കോയിൻ ഡിലീറ്റ് ആയി പോകും അല്ലെങ്കിൽ ബേൺ ആയി പോകും. 10000 കോയിൻസ് ഉണ്ട്, $10000 ലിക്വിഡിറ്റി ഉണ്ട്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമുക്ക് കോയിന്റെ പ്രൈസ് $1 നിൽക്കുന്നത്. ആദ്യത്തെ ട്രാൻസാക്ഷനിൽ നമുക്ക് 1000 കോയിൻ വിൽക്കുമ്പോൾ $1000 ആണ് ആക്ച്വലി ആ വരുന്ന പേ ഔട്ട്. പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ളൊരു ലിക്വിഡിറ്റി, നമ്മൾ ഈ സിസ്റ്റത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% നമ്മൾ പേ ഔട്ട് കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പോഴും നഷ്ടം ഉണ്ടാവില്ല, കസ്റ്റമർക്ക് നഷ്ടം ഉണ്ടാവില്ല. 90% നമ്മൾ പേ ഔട്ട് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 90% പേ ഔട്ട് കൊടുത്തു, 1000 കോയിൻ സിസ്റ്റത്തിൽ നിന്ന് കുറയണം. അപ്പൊ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ ബാലൻസ് കാണിക്കുന്നത് 9000 കോയിനും 9100 ലിക്വിഡിറ്റി ഉണ്ട്. കാരണം 10000 നിന്ന് $900 കുറച്ചപ്പോൾ 9100 ലിക്വിഡിറ്റി ഉണ്ട്. നൗ ന്യൂ പ്രൈസ് കാൽക്കുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ 9100 ഡിവൈഡഡ് ബൈ 9000 നോക്കുമ്പോൾ നമുക്ക് 1.01 ആണ്. നേരത്തെ അവിടെ നമുക്ക് 0.9 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 1.01 കൂടുകയാണ് ചെയ്തത്. ഓക്കെ, സെയിം സിസ്റ്റം. ഇവിടെ നമ്മൾ ആ കോയിനെ മാത്രം ഡിലീറ്റ് ചെയ്തോളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ 5000 കോയിൻ വിൽക്കുന്നു, അതേ കാൽക്കുലേഷൻ തന്നെ കേട്ടോ.
രണ്ടാമത്തേത് ഇതിൽ 5000 കോയിൻ വിൽക്കുമ്പോൾ നമുക്ക് പുതിയ റേറ്റ് ആയിട്ടുള്ള 1.01 5000 കോയിൻ വിൽക്കുന്നു $5050 വരുന്നത്. $5050 നിന്ന് നമ്മുടെ സിസ്റ്റത്തിന്റെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പൊ 10% പിടിച്ചിട്ട് ബാക്കിയുള്ള $4545 ആ വ്യക്തിക്ക് പോകും. ഓക്കെ, ശേഷം ബാലൻസ് വരുന്നത് 4000 കോയിനാണ് ബാലൻസ് വരുന്നത്. അവിടെ 9100 നിന്ന് 4545 കുറയ്ക്കുമ്പോൾ $4555 ലിക്വിഡിറ്റിയിലുണ്ട്. അപ്പൊ 4000 കോയിൻ ഉണ്ട്, 4555 ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യൂ പ്രൈസ് എന്ന് പറയുന്നത് 1.138 കൂടുകയാണ് ചെയ്തത്. അല്ല, നേരത്തെ അവിടെ കുറഞ്ഞു വരികയായിരുന്നു. 0.9 നിന്ന് 0.4 5000 കോയിൻ വിറ്റപ്പോൾ 0.45 കുറഞ്ഞു വന്നു. ഇപ്പോ ഇത് കൂടുക ചെയ്തത്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ടെക്നിക്, വേറെ ഒന്നുമില്ല. മൂന്നാമത്തെ ട്രാൻസാക്ഷനിൽ 3000 കോയിനാണ് വിൽക്കുന്നത്. 3000 കോയിൻ വിറ്റപ്പോൾ നമുക്ക് അവിടെ 4000 കോയിൻ ബാലൻസ് ഉണ്ട്. അതിൽ 3000 കോയിൻ വിൽക്കുന്നു, $1.138 നമ്മൾ വിൽക്കുന്നു. $3016 നമ്മൾ ആക്ച്വലി വാല്യൂ വരുന്നത്. പക്ഷെ പെയ്ഡ് 90% ആണ്. $3074 ആ വ്യക്തിക്ക് കിട്ടുകയാണ്. ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. വില കൂടിയിട്ടുള്ളൂ, കുറഞ്ഞിട്ടൊന്നുമില്ല. ബാലൻസ് ഇനി ചെക്ക് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ 1000 കോയിനും $1480 ലിക്വിഡിറ്റി ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ എമൗണ്ടൊക്കെ കൊടുത്ത പേ ഔട്ട് ചെയ്തിട്ടുള്ള എമൗണ്ടുകൾ കുറച്ച് കഴിഞ്ഞാൽ, ലിക്വിഡിറ്റിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന $1480 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1480 ഡിവൈഡഡ് ബൈ പുതിയ കോയിന്റെ പ്രൈസ് ബൈ 1000 കോയിൻസ്. ഇനി ബാലൻസ് 1000 കോയിനെ ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ന്യൂ കോയിൻ പ്രൈസ് വരുന്നത് $1.48 വീണ്ടും കൂടുകയാണ്. 1.138 നിന്ന് 1.48 പ്രൈസ് കൂടി. ഓക്കെ, നൗ നാലാമത്തെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ. അവിടെ 4 ട്രാൻസാക്ഷൻ ആണ് ഞാൻ കാണിച്ചത്. ഇവിടെ 4 ട്രാൻസാക്ഷൻ. ഇവിടെ നമ്മൾ 1000 കോയിൻ വിൽക്കണം. അവിടെ 1000 കോയിൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ 999 കോയിൻ ആണ് വിൽക്കുന്നത്. 999 കോയിൻ 1.48 വെച്ച് കൊടുക്കുമ്പോൾ $1475 വരും. $75.52 വരും. 999 കോയിൻസ് 1.48 വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ $1475.52 ആണ് വരുന്നത്. അവിടെ 90% ആണ് പേ ഔട്ട്. 90% $1330. നേരത്തെ നമ്മൾ അവിടെ നോക്കിയപ്പോൾ അവിടെ $315 1000 കോയിൻ വിറ്റപ്പോൾ കിട്ടിയത്. ഇവിടെ $1330 ആയിട്ട് കിട്ടി. ബാലൻസ് ഇനി ഒരു കോയിനെ സിസ്റ്റത്തിലുള്ളൂ. ലിക്വിഡിറ്റി ആണെങ്കിൽ $150 ഉണ്ട്. കാരണം ഈ പറഞ്ഞ ഇതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ, പേ ഔട്ട് കൊടുത്ത എല്ലാം $10,000 കുറച്ച് കഴിഞ്ഞാൽ ഫൈനലി അപ്പോഴും നമുക്ക് $150 അവിടെ ഉണ്ട്. $150 എന്ന് ഒരു കോയിൻ ഉണ്ട്, $150 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഫൈനൽ ലാസ്റ്റ് കോയിൻ ആണ്. ഇനി വേറെ കോയിൻ സപ്ലൈയിലില്ല. ലിക്വിഡിറ്റി ആണെങ്കിൽ അത്രയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അഗെയിൻ ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ ഒരു കോയിനെ ബാക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫൈനൽ കോയിന്റെ പ്രൈസ് എന്ന് പറയുന്നത് $150 ആയിരിക്കും. ദാറ്റ് ഇസ് ഇനി അങ്ങോട്ട് ഒരു കോയിന്റെ പ്രൈസ് എന്ന് പറയും ഇനി വീണ്ടും ആൾക്കാർ വാങ്ങിക്കും തോറും ഇത് $150 റേറ്റിലായിരിക്കും വാങ്ങിക്കുക. വിൽക്കുമ്പോഴും ഈ $150 അടുത്തുള്ള റേറ്റിൽ തന്നെയായിരിക്കും സെൽ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ബൈ ഉണ്ട്, സെൽ പ്രൈസ് ഉണ്ട്, അങ്ങനെ രണ്ടും ഉണ്ട്. ഇവിടെ ഞാൻ ഒരു സെൽ പ്രൈസ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ബൈ പ്രൈസ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, എങ്ങനെയാണെങ്കിലും സെയിം തന്നെയാണ്. നമ്മുടെ ബൈ പ്രൈസ് നമ്മുടെ സെൽ പ്രൈസ് ആയി മാറും. ഓരോ ട്രാൻസാക്ഷൻ മാറും തോറും നമ്മുടെ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് മാറും. അപ്പൊ നോക്കുക, ഫൈനലി നമുക്ക് ഇവിടെ $150 ആണ്. നാലാമത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു കോയിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $150 ആണ്. നേരത്തെ നമുക്ക് ഒരു കോയിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സെയിം ട്രാൻസാക്ഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ന്യൂ കോയിൻ പ്രൈസ് എന്ന് പറയുന്നത് 0.28 കുറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ ആകെ ചെയ്തത് എന്താണ്? കോയിൻസ് നമ്മൾ ബേൺ ഔട്ട് ചെയ്യാന്നല്ലാണ്ട് ഇതിനകത്ത് വേറെ ഒരു മാജിക്കും നമ്മൾ ചെയ്തിട്ടില്ല. ഇത്രയും സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഈ ഒരു സിമ്പിൾ ഫോർമുല, ഒരു എന്താ പറയാ, വിന്നേഴ്സ് ഡു തിങ്സ് ഡിഫറെന്റ്ലി എന്ന് പറയുന്ന ആ ഡിഫറൻസ് ഇത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ കോയിൻസ് ബേൺ ചെയ്യുന്നു, അവിടെ കോയിൻസ് ബേൺ ചെയ്യുന്നില്ല. ഇത്ര വ്യത്യാസമുള്ളൂ. പ്രൈസിലുള്ള വ്യത്യാസം കണ്ടോ? ഭയങ്കര. ഇതിങ്ങനെ നീ കൂടി പോകുന്നല്ലാതെ ഇതൊരിക്കലും കുറയുന്ന സിസ്റ്റം ഇല്ല. ഇതാണ് നമ്മുടെ പ്രൈസ് കാൽക്കുലേഷൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ്, നമുക്ക് നമ്മൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ അതിന്റെ തന്നെ ഒരു ചാർട്ടാണ്. ഇതിന്റെ PDF കിട്ടുമ്പോൾ ആൾക്കാർ 1 by 1 ആയിട്ട് ഓരോ ലൈനിലുള്ള ട്രാൻസാക്ഷൻ നോക്കി നമുക്ക് കാണാം. ബൈ ഉണ്ട്, സെൽ ഉണ്ട്, ബൈ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ മൂന്നാമത്തെ കോളം, നാലാമത്തെ കോളം ബൈ റേറ്റ് ഉണ്ട്. ബൈ റേറ്റിന്റെ കൂടി വരണതാണ്. അപ്പൊ സിസ്റ്റത്തിലുള്ള കോയിൻസിന്റെ സപ്ലൈ കുറയും തോറും, വിൽക്കും തോറും കോയിന്റെ സപ്ലൈ കുറഞ്ഞുകൊണ്ടിരിക്കും. വിൽക്കും തോറും പ്രൈസ് കൂടി വരും. വാങ്ങുമ്പോൾ പ്രൈസ് കൂടും, വിൽക്കുമ്പോൾ അതിലും കൂടുതൽ പ്രൈസ് കൂടും. ഇതാണ് നമ്മുടെ ഈ കോൺസെപ്റ്റിന്റെ പ്രത്യേകത. അപ്പൊ ഇത് എക്കാലവും ഇങ്ങനെ തന്നെ പോയി. ഇത് ഒരു തരത്തിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യാനോ നമുക്ക് പറ്റില്ല.
ആരും പർച്ചേസ് ചെയ്യണില്ല, ആരും സെല് ചെയ്യണില്ലെങ്കിൽ സിസ്റ്റം ഐഡിയലായിട്ട് അങ്ങനെ നിൽക്കുള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല. ഒരാള് വിറ്റാൽ ഉടനെ തന്നെ ഈ എൻറ്റയർ കമ്മ്യൂണിറ്റിയിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള പ്രോജക്റ്റിൽ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്, ഒരു 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 വ്യക്തി, ഇപ്പൊ നമുക്ക് 400 സംതിങ് മെമ്പേഴ്സ് ഉണ്ട്, ഒരു വ്യക്തി പുതിയത് വരുമ്പോഴോ ഇതിലുള്ള ഏതെങ്കിലും കോയിൻ ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി കോയിൻ വിറ്റാലോ ഇതിലുള്ള എൻറ്റയർ 400 ചില്ലാനും പേരോ അല്ലെങ്കിൽ എൻറ്റയർ കമ്മ്യൂണിറ്റി, നാളെ 10,000 പേരുടെ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഈ 10,000 പേരുടെ കമ്മ്യൂണിറ്റിയിൽ 10,000 പേർക്കും ഈ പ്രൈസിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. പ്രൈസ് അവരുടെ കയ്യിലിരിക്കുന്ന കോയിന്റെ വില കയറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പതുക്കെ 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 ആ കോയിന്റെ വാല്യൂ കൂടി 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 നിങ്ങൾക്ക് എപ്പോഴാണോ അതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾക്ക് തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾ കൊടുത്താൽ മതി. ഇവിടെ യാതൊരു നിർബന്ധവുമില്ല. ഇനി എനി പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്നത് 35% വാല്യൂ ഉള്ള കോയിനെ കിട്ടുള്ളൂ. നമ്മൾ നോർമലി നമ്മളിപ്പോ ഒരു ഇൻഷുറൻസിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസിയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10,000 രൂപയുടെ ഒരു ഇത് അടച്ചാലും നിങ്ങൾക്ക് അവിടെ ഗ്രോത്ത് കിട്ടുന്നത് ഒരു 2,000 രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു 1,500 രൂപയ്ക്കൊക്കെ ആയിരിക്കും. അവിടുന്ന് തുടങ്ങുള്ളൂ. ബാക്കി എല്ലാം അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ചാർജസും ബാക്കിയായിട്ട് പോകും. ഞാൻ ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ അതുപോലത്തെ ഒരു സിസ്റ്റമാണ് നമ്മളുണ്ട്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് വാല്യൂ കുറവാണ്, 100% വാല്യൂ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. കാരണം പേ ഔട്ട്സും കാര്യങ്ങളും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്, അതിന്റെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഇതെല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 35% വാല്യൂ നിങ്ങൾക്ക് തന്നു. ഈ 35 എന്നുള്ള 36, 37, 38, 39, 40, 50, 100 അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ അതിങ്ങനെ സ്ലോലി ഈ കമ്മ്യൂണിറ്റി വളരുന്നതനുസരിച്ച് ഈ ഇതിന്റെ കോയിന്റെ വാല്യൂ കൂടി 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 വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ സിസ്റ്റം. ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒരു മാജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്, ലോങ് ലാസ്റ്റിംഗ് സിസ്റ്റമാണ്. എപ്പോ വേണമെങ്കിലും നമുക്ക് എക്സിറ്റ് ചെയ്യാം, എപ്പോ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഏതൊരു വ്യക്തിക്കും ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മെറ്റമാസ്ക്, ടോക്കൺ പോക്കറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ്, ഈ 3 വാലറ്റിൽ ത്രൂ ആണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇത് ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് വെബ്സൈറ്റിനെ നമുക്ക് വാലറ്റ് ആയിട്ട്, ക്രിപ്റ്റോന്റെ വാലറ്റ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒന്നിൽ കൂടെയാണ് നമുക്ക് ചെയ്യുക. സാധാരണ ഒരു വെബ്സൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല. ഓക്കെ, അപ്പൊ മിനിമം നമുക്ക് ജോയിൻ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കയറാനായിട്ട് നമുക്ക് മിനിമം വേണ്ടത് $20 പ്ലസ് എന്ത് എമൗണ്ട് ആണെങ്കിലും ശരി. നമുക്ക് BEP20 BNB എന്ന് പറയുന്ന കോയിന്റെ കുറച്ച് അംശം, ഒരു $2-3, $5 അതിനകത്ത് ഉണ്ടാവണം. അതാണ് ഫീസിന് വേണ്ടിയിട്ട് എടുക്കുക. അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത്. നിങ്ങളിപ്പോ 100 ചെയ്യുകയാണെങ്കിൽ 103 അവിടെ ഉണ്ടാവണം. ആ $3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറെ ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉള്ള എമൗണ്ട് ആണത്. വളരെ നിസ്സാര ഗ്യാസ് ഫീസ് വരുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ഫീസ് പോകുന്ന ഈ $100 അകത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് വിഡ്രോ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരാനൊക്കെ ഓരോ സമയവും ഈ പറയുന്ന BNB ആണ് അവിടെ ആവശ്യം. കാരണം അതാണ് അതിന്റെ നേറ്റീവ് കോയിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കുറച്ച് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം, ഫീസായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യണം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് സിസ്റ്റത്തിന്റെ അകത്തേക്ക് വിടാം. സിസ്റ്റത്തിനകത്ത് ചെന്നാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ആ നേരത്തെ എന്താണ് കോയിന്റെ പ്രൈസ് ഉള്ളത്, ബൈ പ്രൈസും സെൽ പ്രൈസും ഉണ്ടാവും. ആ ബൈ പ്രൈസിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് 35% വാല്യൂ, $100 ആണ് ചെയ്യുന്നതെങ്കിൽ $35 ഓൾറെഡി നിങ്ങൾക്ക് കോയിൻ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നാളെ നിങ്ങൾക്ക് വിൽക്കാനാണെങ്കിലും അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും നടന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് സെൽ ചെയ്യാൻ തോന്നിയാലും നിങ്ങൾക്ക് 35% അഷ്യൂർഡ് ആണ്. പല പ്രോഗ്രാമിലും നിങ്ങൾ ഇന്ന് ഒരു എമൗണ്ട് അതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ എമൗണ്ട് ഇത്ര നാളത്തേക്ക് ലോക്ക് ആയിട്ടായിരിക്കും ഇരിക്കുക. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒന്നും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണ് പലരുടെയും പണം പോകുന്നത്. ആ സിസ്റ്റത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെയാണ്. ഇവിടെ അറ്റ്ലീസ്റ്റ് മിനിമം നിങ്ങൾക്ക് 35% ഉണ്ട്. ഇനി ആ 35%ഉം നിങ്ങൾക്ക് 100% ആവും ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച്. അത് ഇതിന്റെ ട്രെയിനിങ്ങിൽ പറഞ്ഞാൽ, കാരണം ഇതിൽ ലാസ്റ്റ് വരുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു ഇന്റർഫിയൻസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സൈഡിൽ, ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ബ്ലോക്ക് ആക്കി എന്ന് വെച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് എങ്ങാനും ബ്ലോക്ക് ആയാലും ഒരു പാനിക് സെല്ലിംഗ് വന്നാൽ പോലും ഇതിലുള്ള അവസാനത്തെ മെമ്പറും പ്രോഫിറ്റിൽ പുറത്തു വരും. അതാണ് ഈ ഒരു ഇതിന്റെ പ്രത്യേകത. കാരണം അത് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റിയിൽ എവിടെയെങ്കിലും ഒരു അനക്കം വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാവരുടെയും പ്രൈസിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ മിനിമം $20 ആണ്, മാക്സിമം $1,000 ആണ് ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയും. അപ്പൊ ഒരു വ്യക്തിക്ക് എത്ര ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും? എത്ര വേണമെങ്കിലും ചെയ്യാം. ഒരു ട്രാൻസാക്ഷന്റെ ലിമിറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒരു ദിവസത്തേക്ക് $1,000 അല്ല, ഒരു ട്രാൻസാക്ഷൻ. അപ്പൊ ഞാൻ തൊട്ടടുത്ത ട്രാൻസാക്ഷൻ അടുത്ത സെക്കൻഡിൽ അടുത്ത മിനിറ്റിൽ നിങ്ങൾക്ക് അടുത്ത ട്രാൻസാക്ഷൻ ചെയ്യാം. ഒരാൾക്ക് $10,000 ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് 10 ട്രാൻസാക്ഷനിൽ $1,000 വെച്ചിട്ട് 10 ട്രാൻസാക്ഷനിലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ ലിമിറ്റ് ചെയ്തേക്കുന്നത്. കാരണം അത്
ഓവറായിട്ട് റേറ്റ് കൂടാണ്ടിരിക്കാനാണ് നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ട് പിന്നീടും ഈ പറഞ്ഞ ബിസിനസിന്റെ ഭാഗത്ത് നമുക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് നമുക്ക് ഈ പെർ ട്രാൻസാക്ഷനിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നമ്മുടെ ലിമിറ്റ്, നമുക്ക് സെല്ലിങ്ങിന് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിഡ്രോവലിന് നമുക്ക് ഒരു ലിമിറ്റ് വെച്ചാൽ നമ്മുടെ കമ്മീഷൻസ് വിഡ്രോ ചെയ്യാൻ, ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാനിലെ കമ്മീഷൻസ് വിഡ്രോ ചെയ്യാനാണ്. അതുപോലെ നമ്മുടെ കോയിൻ നമുക്ക് വിൽക്കാനും ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ $100 ഞാൻ കോയിൻസ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ $200 വരെയുള്ള, ഇപ്പൊ എന്റെ കോയിന്റെ വില കയറി 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 കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു $500 എത്തിയെന്ന് വിചാരിക്കാം. ഞാൻ $100 വാങ്ങിച്ച കോയിൻ $500 എത്തിയാലും എനിക്ക് വിൽക്കാനുള്ള ലിമിറ്റ് $200 ഉള്ളൂ. അപ്പോൾ ഞാൻ പ്രോഫിറ്റിലാണ്, കാരണം എന്റെ മുതലും എനിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് പ്രോഫിറ്റും $200 എനിക്ക് വിഡ്രോ ചെയ്യാം. ഇനി അവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് യാതൊരു നഷ്ടമില്ല, കാരണം എനിക്ക് മുതലും പ്രോഫിറ്റും ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അവിടെ ഇനി അഡീഷണൽ എമൗണ്ട് ഉണ്ട്. ആ അഡീഷണൽ എമൗണ്ട് എടുക്കണമെങ്കിൽ ഞാൻ വീണ്ടും എന്റെ ലിമിറ്റ് കൂട്ടണം. ഞാൻ എങ്ങനെ ലിമിറ്റ് കൂട്ടും? ഞാൻ പുതിയ കോയിൻസ് വീണ്ടും വാങ്ങിക്കാം. ഞാൻ നേരത്തെ ചെയ്ത പോലെ $100 വീണ്ടും തിരിച്ച് അതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് $200 ലിമിറ്റ് കോയിൻ സെല്ലിങ്ങിന്റെ ഭാഗത്ത് കിട്ടും. അതേപോലെ തന്നെ അവിടെ നമ്മൾ $100 ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് സൈഡിലുള്ള കമ്മീഷൻസ് വിഡ്രോവലിനും നമുക്ക് 3x ആണ് ലിമിറ്റ്. ദാറ്റ് ഇസ് $300 വരെയാണ്. ഓരോ $300 ആവുമ്പോഴും വീണ്ടും നമ്മൾ കോയിൻസ് പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ കോയിൻസിന്റെ ലിമിറ്റ്, കോയിൻ സെല്ലിങ്ങിന്റെ ലിമിറ്റും കൂടും. അതേപോലെ തന്നെ എന്റെ കമ്മീഷൻ വിഡ്രോവലിന്റെ ലിമിറ്റും കൂടും. കമ്മീഷൻ വിഡ്രോവൽ സൈഡിൽ നമുക്ക് ഫീസുകളൊന്നുമില്ല. കോയിൻ സെല് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10% ആ ഒരു ഇത് ഹോൾഡ് ബാക്ക് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ നമുക്ക് ലിമിറ്റുകൾ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കോയിൻസ് വാങ്ങിക്കൊണ്ടേ ഇരിക്കാം, സെല് ചെയ്തുകൊണ്ടിരിക്കാം. സെല് ചെയ്യുന്നതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് വിഡ്രോവലിന് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനെ നമുക്ക് എക്സീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വാഹനത്തിന് പെട്രോൾ അടിക്കണ പോലെയാണ്. ഒരു ഫുൾ ടാങ്ക് അടിച്ചു, അത് തീർന്നു, വീണ്ടും ഫുൾ ടാങ്ക് അടിച്ചു, വീണ്ടും തീർന്നു. ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ടൊരു യാത്ര പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് അത് തന്നെയാണ്. നമുക്ക് ഓരോ തവണ നമ്മുടെ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യണം. ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ലിമിറ്റ് വരും. അങ്ങനെ 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 നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് സൈക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് ആ വ്യക്തികളുടെയൊക്കെ സീനിയേഴ്സിന്, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ബിസിനസ് പ്ലാനിൽ വരുമ്പോൾ ആ സീനിയേഴ്സിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഒരു വരുമാനത്തിലേക്കുള്ള ഒരു ചാൻസ് കൂടി അവിടെ ഉണ്ട്. ഓക്കെ, നൗ എന്തൊക്കെ തരത്തിലുള്ള ഇൻകം ആണ് നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫി ബേസ്ഡ് വെർച്വൽ കോയിൻ അപ്രിസിയേഷൻ. ദാറ്റ് ഇസ്, ഒരു വ്യക്തി $100 വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് $35 കോയിൻ കിട്ടി. ആ കോയിന്റെ വാല്യൂ പതുക്കെ 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 അപ്രീഷിയേറ്റ് ചെയ്തോളും. ആ കമ്മ്യൂണിറ്റി വളരുന്നതനുസരിച്ച് ആ കോയിന്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഒരിക്കലും താഴേക്ക് പോകില്ല. രണ്ടാമത്തെ ഇൻകം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം ആണ്. അതൊരു നമുക്ക് ഡെയിലി ഉച്ചയ്ക്ക് ഒരു കാൽക്കുലേഷൻ നടക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1.5 മണിക്ക്, ഇന്ത്യയിലാണെങ്കിൽ ഉച്ചയ്ക്ക് 1.5 മണിക്ക്, ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ 12 മണി ആ സമയത്തേക്ക് ആയിരിക്കും, 11 മണി 12 മണി ആ റേഞ്ചിലൊക്കെ. ഇപ്പൊ ദുബായ് ആണെങ്കിൽ 12 മണി ആയിരിക്കും കാൽക്കുലേഷൻ. ഓക്കെ, ആ സമയത്ത് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഹലോ, സോറി, വിനോഫർ സാറാണ്. ക്ലോസ് ചെയ്തു. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, സോറി. അപ്പൊ രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം ആണ്. അതൊരു 4% ഡെയിലി നടക്കുന്ന ടേൺ ഓവറിന്റെ, ഓരോ 24 മണിക്കൂറിൽ നടക്കുന്ന ടേൺ ഓവർ. അതിന്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 1.5 മണിയാണ്. ആ സമയത്ത് ഒരു കാൽക്കുലേഷൻ നടക്കും. അത് $100, $500, $1000 ഈ കൃത്യമായിട്ട് ഈ ഒരു എമൗണ്ടിൽ ചെയ്തിട്ടുള്ളവർക്ക് മാത്രം വൺ ടൈം ആയിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടൈം ആണ് അത്, വൺ ടൈമും ആണ്. പിന്നീട് നിങ്ങൾ വീണ്ടും 100 ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ കിട്ടില്ല. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 100 ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ 100 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോയിൻ കിട്ടി, പ്ലസ് അതിന്റെ കൂടെ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ പ്ലാനിലും കൂടി നമ്മൾ പാർട്ടിസിപ്പേഷൻ ചെയ്യും. അത് $100 ആണെങ്കിൽ മാത്രം. ഇപ്പൊ $20 നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കോയിൻ മാത്രം കിട്ടുള്ളൂ. $99 ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കോയിൻ മാത്രം കിട്ടുള്ളൂ. 101 പേ ചെയ്താലും നിങ്ങൾക്ക് കോയിൻ മാത്രം കിട്ടുള്ളൂ. അവിടെ കറക്റ്റ് ആയിട്ട് 100 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 3 ട്രാൻസാക്ഷനിൽ കൂടിയിട്ട് 100, 500, 1000 ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ 100, 500, 1000 ചെയ്യണം. ഇങ്ങനെ 3 എമൗണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എല്ലാ വ്യക്തികൾക്കും കിട്ടും. അപ്പൊ $1600 ആണ് ടോട്ടൽ. അപ്പൊ ഇവിടെയുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ $100 നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടും. $500 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 പോയിന്റ്,
അത് നിങ്ങൾക്ക് പോയിന്റ് ആരും തരുന്നില്ല, സിസ്റ്റം പോയിന്റും തരുന്നില്ല, കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് അത്. നിങ്ങൾക്ക് 100 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിട്ട് സിസ്റ്റം കണക്കൂട്ടിക്കോളും. അങ്ങനെ 100, 500, 1000, 1000ന് 10 പോയിന്റ്. അപ്പൊ ഇതെല്ലാം കൂടെ ടോട്ടൽ ഒരു ദിവസം എത്ര പോയിന്റ് ഉണ്ടോ, ഓൾറെഡി ഉള്ള മെമ്പേഴ്സും പുതിയ മെമ്പേഴ്സും എല്ലാം കൂടി കൂട്ടിയിട്ട് ടോട്ടൽ ഒരു ദിവസം എത്ര പോയിന്റ്സ് ഉണ്ടോ, ആ പോയിന്റ്സ് ഇവിടെ ഈ പറയുന്ന 4%, ഓരോ ദിവസവും നടക്കുന്ന ടേൺ ഓവർ എന്താണ്, ആ ടേൺ ഓവറിൽ നിന്ന് 4% എടുത്ത് ഈ പറയുന്ന പോയിന്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ വില കിട്ടും. അപ്പൊ ഒരു പോയിന്റ് $1 ആണെങ്കിൽ $100 ചെയ്തിട്ടുള്ള ആൾക്ക് $1 കിട്ടും. $500 ചെയ്തിട്ടുള്ള ആൾക്ക് $5 കിട്ടും. 1000 ചെയ്തിട്ടുള്ള ആൾക്ക് $10 കിട്ടും അന്നത്തെ ദിവസം. പിറ്റേ ദിവസം ചിലപ്പോൾ യാതൊരു ബിസിനസ്സും ഉണ്ടാവില്ല, അപ്പൊ ഒന്നും ഉണ്ടാവില്ല. അതിന്റെ പിറ്റേ ദിവസം വീണ്ടും കുറച്ച് ബിസിനസ് ഉണ്ടായി. അപ്പൊ ആ ബിസിനസിന്റെ ആനുപാതികമായിട്ടുള്ള കാൽക്കുലേഷൻ ആണ് അത് വരുന്നത്. ഇനി എന്ന് വരെ അത് കിട്ടുമെന്നുള്ള ചോദ്യമുണ്ട്. അത് 100ന് 100 എന്നെത്തുന്നോ, അതുപോലെ 500ന് 500 എന്നെത്തുവോ, 1000ന് 1000 എന്നെത്തുവോ, അന്ന് ഇത് ക്ലോസ് ആവും. ഈ ഒരു രണ്ടാമത്തെ ഇൻകം, ഈ പറയുന്ന പൂൾ ഇൻകത്തിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ നമ്മൾ ഔട്ട് ആവും. പക്ഷെ കോയിൻസ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, കോയിൻസിന്റെ വാല്യൂ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് മുടക്കുമുതൽ തിരിച്ചു കിട്ടി, എക്സ്ട്രാ നമുക്ക് കിട്ടാണ്. മറ്റുള്ളതിൽ നമുക്ക് മുടക്കുമുതൽ എക്സ്ട്രാ കിട്ടുന്നില്ല, കോയിൻസിന്റെ വില കയറുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നാണ് നമ്മുടെ മുടക്കുമുതലും പ്രോഫിറ്റും വരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ മുടക്കുമുതൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നീട് നമ്മൾ കോയിന്റെ പ്രോഫിറ്റ് എത്ര വേണമെങ്കിലും ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് പാസീവ് ആയിട്ടുള്ള ഇൻകം. ദാറ്റ് ഇസ് ഒരു ഇൻവെസ്റ്റർ സൈഡിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ഇതിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തിക്കും ഇങ്ങനത്തെ രീതിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അഡീഷണൽ ബെനിഫിറ്റും കൂടി ഈ പൂൾ ഇൻകത്തിൽ നിന്ന് കിട്ടും. നോർമലി എല്ലാവർക്കും കോയിൻസ് കിട്ടും. ഓക്കെ, രണ്ടാമത് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ള, ദാറ്റ് ഇസ് വർക്കിംഗ് മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഒരു ഇൻവെസ്റ്ററും ഒരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എല്ലാ പ്രോജക്റ്റിലും കണ്ടിട്ടുണ്ടാവും. നമ്മൾ പല ബിസിനസ് പ്രോജക്റ്റിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. വർക്ക് ചെയ്യുന്നവരാണ് പൈസ കൂടുതൽ ഉണ്ടാക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യണമല്ല. കാരണം ഒരാളിപ്പോ $1000 ഇൻവെസ്റ്റ് ചെയ്തത് $2000 ആയി വരാനെടുക്കുന്ന സമയവും അതേ വ്യക്തി തന്നെ $1000 ബിസിനസ് ചെയ്തിട്ട് അയാൾ $10000 ഉണ്ടാക്കാനുള്ള ടൈം മിക്കവാറും സെയിം ആയിരിക്കും. അപ്പൊ എപ്പോഴും നമുക്ക് പ്രോഫിറ്റ് ആവും. ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നമ്മളിപ്പോ $20 ചെയ്താലും, ഇപ്പൊ വർക്ക് ചെയ്യാൻ വരുന്ന ഒരാളാണെങ്കിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അയാൾക്ക് ഒരു $20 സ്റ്റാർട്ട് ചെയ്തു. $20 സ്റ്റാർട്ട് ചെയ്തിട്ട് അയാൾക്ക് ടീം ബിൽഡ് ചെയ്യാം. ടീം ബിൽഡ് ചെയ്യുമ്പോൾ അദ്ദേഹമായിട്ട് ഡയറക്റ്റ് കൊണ്ടുവരുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റിലും അദ്ദേഹത്തിന് 10% അയാൾക്ക് ബെനിഫിറ്റ് ഉള്ളത്. അത് ആ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി അയാൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് റീപർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ റീപർച്ചേസിലും 10% വെച്ച് ആ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. ആരാണോ സ്പോൺസർ, ആ സ്പോൺസർക്ക് 10% കിട്ടും. $1000 ആണെങ്കിൽ $100 കിട്ടി. വീണ്ടും അയാൾ ഒരു $1000 ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും $100. അങ്ങനെ എത്ര കാലം ചെയ്യുന്നോ അത്രയും കാലം $100 വെച്ചിട്ട്, അല്ലെങ്കിൽ 10% വെച്ചിട്ട് ഫസ്റ്റ് ലെവലിൽ നിന്ന്, അവരൊക്കെ ഫസ്റ്റ് ലെവലാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന എല്ലാവരെയും ഫസ്റ്റ് ലെവലിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ആ വ്യക്തികൾ, ഇപ്പൊ ഞാൻ എ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കൊടുന്നു, അത് എന്റെ ഡയറക്റ്റ് ആണ്. എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എയുടെ ഡയറക്റ്റ് ആണ്, എന്റെ ഇൻഡയറക്റ്റ് ആണ്, അല്ലെങ്കിൽ എന്റെ സെക്കൻഡ് ലെവലാണ്. എന്റെ സെക്കൻഡ് ലെവലിൽ നടക്കുന്ന ബിസിനസ്സിന് എക്ക് 10% കിട്ടും, എനിക്ക് 5% കിട്ടും. അപ്പൊ എ ഒരു വ്യക്തിയുടെ $1000 കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്ക് $100 കിട്ടുന്ന സമയത്ത് അതിന്റെ എയുടെ സ്പോൺസർ ആയിട്ടുള്ള എനിക്ക് $50 കിട്ടും. അത് വളരെ നല്ലതാണ്. അപ്പൊ എനിക്ക് എനെ സപ്പോർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന വ്യക്തികളെ എനിക്ക് സപ്പോർട്ട് ചെയ്താൽ തന്നെ എനിക്ക് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ഇൻകം നമുക്ക് അവിടുന്ന് തന്നെ വരുന്നുണ്ട്. ഇനി ഫർദർ ഇപ്പൊ ബി എന്ന് പറയുന്ന വ്യക്തി സ്പോൺസർ ചെയ്താൽ അത് എനിക്ക് എന്റെ ലെവൽ ലിമിറ്റിൽ വരുന്നില്ല, എന്റെ ആദ്യത്തെ 2 ലിമിറ്റിൽ വരുന്നില്ല. ഇനി ഫർദർ അവിടുന്ന് അങ്ങോട്ട് എനിക്ക് ഏൺ ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ എങ്ങനെയാണ്? നമുക്ക് 4 റാങ്കുകളാണ് അച്ചീവ് ചെയ്യേണ്ടത്. ആ റാങ്കുകൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ഡെപ്തിലേക്ക് നമുക്ക് ഏർണിങ്സ് നമുക്ക് എലിജിബിൾ ആയിരിക്കും. അതിൽ ഫസ്റ്റ് വരുന്ന റാങ്ക് ആണ് സിൽവർ റാങ്ക് ആണ്. സിൽവർ റാങ്കിൽ നമുക്ക് പേഴ്സണലി അതിനൊക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ പേഴ്സണലി ഞാൻ $100 ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ടോട്ടൽ ഇപ്പൊ 20 വെച്ചിട്ട് 5 തവണ ചെയ്താലും അത് $100 ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, പ്ലസ് ഇനി ഞാനായിട്ട് ഡയറക്റ്റ്ലി കൊടുത്തിട്ടുള്ളത് 5 പേര് മിനിമം ഉണ്ടായിരുന്നു. മിനിമം, മാക്സിമം എനിക്ക് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് എത്ര പേര് വേണമെങ്കിലും കൊണ്ടുപോകാം, പക്ഷെ മിനിമം 5 പേരുണ്ടായി. ഇനി 5 പേരും കൂടിയിട്ട് $500 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവണം, പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവണം. ഓരോ വ്യക്തികളല്ല, എല്ലാവരും കൂടെ കൂടിയിട്ട്, അല്ലെങ്കിൽ അതിൽ ഒരു വ്യക്തി 500ഉം ബാക്കിയുള്ള 4 വ്യക്തി 20 വെച്ചിട്ട് ചെയ്താലും അലൗഡ് ആണ്.
കാരണം ടോട്ടൽ വോളിയം അവിടെ 500 വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഡയറക്റ്റിന്റെ ടോട്ടൽ വോളിയം 500 വന്നിട്ടുണ്ട്. ഓക്കെ, നൗ ടീം വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെയും നമ്മുടെ രണ്ടാമത്തെയും അല്ലെങ്കിൽ അതിന്റെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ $5000 ബിസിനസ് ടോട്ടൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ തേർഡ് ലെവലിന് താഴേക്ക് ഈ 5000 നിങ്ങൾ സിൽവർ ആവണ വരെ ഇൻകം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ലെവലിലും സെക്കൻഡ് ലെവലിലുമാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് ലെവലിൽ തന്നെ ഇപ്പൊ 5 പേരെ കൊണ്ട് ഞാൻ ജോയിൻ ചെയ്തു, ഞാൻ 5 പേരെ കൊണ്ട് $1000 വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ ഞാൻ 100 ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ 5 പേരെ കൊടുന്നു, ഈ 5 പേരും 1000 വെച്ച് ചെയ്തു. അപ്പൊ എന്റെ ഡയറക്റ്റ് സ്പോൺസർ വോളിയം എന്ന് പറഞ്ഞാൽ 500 പകരം എനിക്ക് അവിടെ 5000 ഉണ്ട്. എന്റെ ടീം വോളിയം നോക്കുമ്പോഴും 5000 ഉണ്ട്. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ സിൽവർ ആയി. വേറെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയകളൊന്നുമില്ല. ഇനി ഈ പറയുന്ന 5 ഡയറക്റ്റും 500 വോളിയം തന്നെയാണ് ഇതിലുള്ള എല്ലാ റാങ്കിലും ഉണ്ടാകാറുണ്ട്. അവിടെ നമ്മൾ ഡയറക്റ്റിന്റെ എണ്ണം കൂടുക അല്ലെങ്കിൽ ഡയറക്റ്റ് കൊണ്ടുവരേണ്ട വോളിയം കൂടുന്നു, അതൊന്നും ഇനിയില്ല ഇവിടെ. ഇതുകൊണ്ട് തീരുകയാണ് ഡയറക്റ്റ് ക്രൈറ്റീരിയ ഇവിടെ തീരുകയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് ആകെ വരുന്നത് ടീം വോളിയം മാത്രം വരുള്ളൂ. അതുപോലെ തന്നെ ലെഗുകൾ നമ്മുടെ താഴെ റാങ്കുകൾ ഉണ്ടായിരിക്കണം, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ സിൽവർ ആയി കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ്? സിൽവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ലെവൽ മുതൽ അൺലിമിറ്റഡ് ഡെപ്തിലേക്ക് ഓരോ ഇൻവെസ്റ്റ്മെന്റിലും 5% നമുക്ക് എക്സ്ട്രാ കിട്ടും. 5% നിസ്സാര എമൗണ്ടല്ല. അവിടെ ഒരു 1000 കയറിയാൽ $50 ഇവിടെ വരും, കാരണം ഞാൻ സിൽവർ ആണ്. ഇനി അത് എപ്പോ സ്റ്റോപ്പ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ താഴെ വേറൊരു സിൽവറും കൂടി വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ലെഗിൽ എനിക്കൊരു സിൽവർ ഉണ്ടെങ്കിൽ ആ സിൽവറിന്റെ താഴേക്കുള്ള വോളിയൂമിന് 5% അദ്ദേഹത്തിനാണ് കിട്ടേണ്ടത്. അപ്പൊ ആ നേരത്തെ പക്ഷെ അദ്ദേഹത്തിന്റെ റീപർച്ചേസും പർച്ചേസിനും എല്ലാം 5% എക്സ്ട്രാ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ, കാരണം ആ ഡിഫറൻസ് എനിക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള എല്ലാ ലെഗിലും എനിക്ക് 10 ലെഗ് ഉണ്ടെങ്കിൽ 10 ലെഗിൽ നടക്കുന്ന ബിസിനസ്സിനൊക്കെ എനിക്ക് എക്സ്ട്രാ ഫസ്റ്റ് ലെവലിന്റെ 10ഉം, ഫസ്റ്റ് ലെവലിലാണ് ഒരാൾ ഒരു 1000 ചെയ്തത്, ഞാൻ സിൽവർ ആയി കഴിഞ്ഞിട്ട് 1000 ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് ലെവലിൽ എനിക്ക് 10+5 എനിക്ക് കിട്ടും, സെക്കൻഡ് ലെവൽ 5+5 എനിക്ക് കിട്ടും, തേർഡ് ലെവൽ തൊട്ട് അൺലിമിറ്റഡ് ഡെപ്തിലേക്ക് 5% ആണ്. അവിടെ വേറൊരു റാങ്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റാങ്കിന് കൊടുക്കണം. അവിടുന്ന് ആ റാങ്കിന്റെ താഴേക്കുള്ള ബിസിനസ്സിൽ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ആ വോളിയം ഉപയോഗിച്ച് എനിക്ക് അടുത്ത റാങ്ക് ഗോൾഡ് റാങ്കിലേക്ക് എനിക്ക് പോകാൻ പറ്റും. ഗോൾഡ് റാങ്കിന്റെ വോളിയം പറയുന്നത് $25,000 അതിന്റെ 5 ടൈംസ്. ഓക്കെ, $25,000 2 സിൽവർ റാങ്ക് ഏതെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള 2 ലെഗില്. അപ്പൊ എന്റെ ഡയറക്റ്റ് സിൽവർ ആവണമെന്നൊന്നുമില്ല, ടീമിൽ താഴെ എവിടെയെങ്കിലും ആയിട്ട് സിൽവർ ഉണ്ടായാൽ മതിയാവും. അപ്പൊ അത്രയും ഉണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് റാങ്ക് ആവുകയാണ്. ഗോൾഡ് റാങ്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 10% ആണ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത്. ടോട്ടൽ നമുക്ക് വരുന്നത് 10% ആണ്. നേരത്തെ 5 ആയിരുന്നത്, 5ന്റെ ഒപ്പം ഒരു 5 കൂടി ആഡ് ആയി 10% ടോട്ടൽ വന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ഗോൾഡ് റാങ്കിലാണെങ്കിൽ എന്റെ ഫസ്റ്റ് ലെവലിൽ നിന്ന് 10+10 ആണ് കിട്ടുന്നത്, സെക്കൻഡ് ലെവലിൽ നിന്ന് 5+10 ആണ് കിട്ടുന്നത്. ഇനി അതിന് നമുക്ക് എവിടെയെങ്കിലും താഴെ എവിടെയെങ്കിലും സിൽവർ ഉണ്ടെങ്കിൽ സിൽവറിന് നമ്മൾ 5 കൊടുക്കുന്നു, ബാലൻസ് 5 ആയിരിക്കും സിൽവറിന്റെ ടീമിൽ നിന്ന് കിട്ടുക. അവിടെ ഒരു ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡിന്റെ ടീമിൽ നിന്നും കിട്ടില്ല, പക്ഷെ ആ ഗോൾഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ പർച്ചേസും റീപർച്ചേസിലും നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 10% നമുക്ക് കിട്ടും. ഓക്കെ, ഗോൾഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് എമറാൾഡ് റാങ്ക് ആണ്. എഗെയിൻ എമറാൾഡ് ആവണമെങ്കിൽ നമുക്ക് 2 ഗോൾഡ് ഉണ്ടാവണം, $1,00,000 ഉണ്ടാവണം, അതിന്റെ 5 ടൈംസ് അല്ലെ അതിന്റെ 4 ടൈംസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് ആകെയുള്ള ക്രൈറ്റീരിയ. ഒരു 5% കൂടി ആഡ് ആവും നമ്മുടെ ടോട്ടൽ ഇതിൽ ഇൻസെന്റീവില്. അപ്പൊ നേരത്തെ 5 സിൽവറിന് 5 ആയിരുന്നു, പിന്നെ +5 എന്ന് പറയുമ്പോൾ ഗോൾഡായി, +5 എന്ന് പറയുമ്പോൾ എമറാൾഡ് 15%. അപ്പൊ ആ 15% ഡിഫറൻഷ്യൽ ആയിരിക്കും. താഴെ ഒരു റാങ്ക് ഉണ്ടെങ്കിൽ ആ ഡിഫറൻഷ്യലാണ് കിട്ടുക. സിൽവർ ആണെങ്കിൽ നമുക്ക് സിൽവറിന് 5 കൊടുത്ത് ബാലൻസ് 10 ആയിരിക്കും കിട്ടുക. അവിടെ ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡിന് 10 കൊടുത്ത് ബാലൻസ് 5 ആയിരിക്കും കിട്ടുക. ഇനി ഈ റാങ്കുകൾ ഒന്നും ഇല്ലാത്ത ലെഗിൽ കംപ്ലീറ്റ് 15% വെച്ചിട്ടായിരിക്കും. എനിക്ക് അൺലിമിറ്റഡ് ഡെപ്ത് ആണ്. ആ ഓഷ്യന്റെ ഡെപ്ത് എന്ന് പറയുന്ന അവിടെയാണ് വരുന്നത്. ഓക്കെ, പ്ലസ് ലാസ്റ്റ് റാങ്ക് ഡയമണ്ട് ആവുമ്പോൾ എന്താണ് ഡയമണ്ടിന്റെ ക്രൈറ്റീരിയ? 2 എമറാൾഡ് വേണം, $5,00,000 ബിസിനസ്സും ടോട്ടൽ ബിസിനസ് പർച്ചേസും റീപർച്ചേസും എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ $5,00,000 എന്ന് പറയുന്നത്. അവിടെ 20% വീണ്ടും ഒരു 5% ആഡ് ആയി. അപ്പൊ ഫസ്റ്റ് ലെവലില് ഞാനൊരു ഡയമണ്ട് ആയിട്ട് നിന്നിട്ട് ഞാൻ ഫസ്റ്റ് ലെവലില് ഒരു വ്യക്തിനെ ഞാൻ വീണ്ടും ഒരു $1,000 കൊണ്ടുവരുമ്പോൾ, ആദ്യം ഞാൻ $1,000 കൊണ്ടുവരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് $100 കിട്ടിയുള്ളൂ. പക്ഷെ ഇപ്പോ എനിക്ക് 10+20 30% ആണ്. അപ്പൊ ദാറ്റ് ഇസ് $1,000 പുതിയൊരു ബിസിനസ് ഞാൻ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അല്ലെങ്കിൽ എന്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡയറക്റ്റ് മെമ്പേഴ്സ് റീപർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് 30% ആണ് കിട്ടുന്നത്. ദാറ്റ് ഇസ് $300 അവിടെ കിട്ടും. 1000ന് എനിക്ക് 300 ആവും. ഓക്കെ, ഓരോ റാങ്ക് കയറുന്ന അനുസരിച്ച് എനിക്ക് അതിന്റെ പെർസെന്റേജ് കൂടിക്കൊണ്ടിരിക്കണം. അപ്പൊ
എന്തായാലും ഇതിലുള്ള വ്യക്തികൾ വർക്കിംഗ് മെമ്പേഴ്സ് ആണെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും റീപർച്ചേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് അവരുടെ ലിമിറ്റുകൾ കൂട്ടാൻ പറ്റുള്ളൂ. അവരുടെ വിഡ്രോവൽ ലിമിറ്റ്സ് കൂട്ടാനായിട്ട് അവർക്ക് റീപർച്ചേസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഡയമണ്ട് ആയിട്ട് താഴെ ഒരു ഡയമണ്ട് ഉണ്ടെങ്കിൽ ആ ഡയമണ്ടിന്റെ ടീമിൽ നിന്ന് വരുമാനമില്ലെങ്കിലും ആ ഡയമണ്ട് എന്ന് പറയുന്ന വ്യക്തി എത്ര തവണ അയാൾ റീപർച്ചേസ് ചെയ്യണം. കാരണം ആ ഒരു ഡയമണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആവറേജ് ഒരു $5,000 to $10,000 ഒക്കെ ആയിരിക്കും ഒരു ഡെയിലി ഏർണിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ അതിന്റെ 1/3 അയാൾ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. 3x ലിമിറ്റ്. അപ്പൊ അതുകൊണ്ട് 1/3 അയാൾ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ തവണ ആ ഡയമണ്ട് എന്ന് പറയുന്ന റാങ്ക് ഹോൾഡർ റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാനും അതിന് മുകളിലൊരു ഡയമണ്ട് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഓൾവേസ് ആ വ്യക്തിയിൽ നിന്ന് 20% കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കും. അയാളൊരു $10,000 ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ $3,000 അയാൾക്ക് മിനിമം അതിൽ ഇത് ചെയ്യേണ്ടി വരും, റീഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. $3,000 അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ 3,000-ന്റെ 20% ഡയമണ്ടിനുള്ളതാണ്. അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഡയമണ്ട് വേറെ ആരും ആ ഗ്യാപ്പിലില്ല. അപ്പൊ ആ വ്യക്തിയിൽ നിന്ന് അയാളുടെ ഡെയിലി ഇതിൽ നിന്ന് മാത്രം നമുക്ക് 20% ഉണ്ട്. ഇനി ആ വ്യക്തി എന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 10%. അപ്പൊ 30% ഡെയിലി. 3,000-ന്റെ 30% കഴിഞ്ഞാൽ $900 ആ വ്യക്തിയിൽ നിന്ന് മാത്രം ഡെയിലി ഉണ്ടാവും. മറ്റുള്ള ലെഗുകളിൽ നിന്ന് അതിലും കൂടുതൽ വരുമാനം ഉണ്ടാവും. അപ്പൊ ഇതൊരു നമ്മളിത് ഡിസൈൻ ചെയ്തപ്പോ ഒരു ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സമുദ്രം, മഹാസമുദ്രത്തിന്റെ ആ ഒരു ഡെപ്ത് ആണ് ഈ പ്ലാനിലുള്ളത്. അത്രയ്ക്കും ഹ്യൂജ് ആയിട്ടുള്ള ഒരു വരുമാനത്തിലാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഈ ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ ഈ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറഞ്ഞ പോലെയാണ്. കടലിന്റെ മുകളിൽ കാണുന്ന ഒരു ഐസ്ബർഗിന്റെ കുറച്ച് കഷ്ണങ്ങളെ നമ്മൾ കാണുള്ളൂ.